ഇന്നത്തെ എൻ്റെ വീഡിയോ നാഷണൽ ഹൈവേ 66 നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഇവിടെ പ്രതിപാദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണമെന്നും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സർവീസ് റോഡിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് നാഷണൽ ഹൈവേ 66 കയറുവാനുള്ള എൻട്രി ബോർഡാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളിതാ നാഷണൽ ഹൈവേ 66 കയറി കഴിഞ്ഞു. ഇവിടെ നിന്നും നമ്മൾ ഫസ്റ്റ് ട്രാക്കിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് ബാക്ക് മിറർ നോക്കിക്കൊണ്ട് നമ്മൾ പ്രവേശിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ഈ ഫസ്റ്റ് ട്രാക്കിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വാഹനങ്ങൾ ഇല്ലെങ്കിൽ ഈ വരിയിലൂടെ തന്നെ നമ്മൾ പോകേണ്ടതാണ്. ഓട്ടോറിക്ഷ, ടൂ വീലർ, ചെറിയ ഗുഡ്സ് വാഹനങ്ങൾ ഒന്നും തന്നെ ഇതിലൂടെ പോകാൻ പാടില്ല എന്നതാണ് നിയമമെങ്കിലും അതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്പീഡ് ലിമിറ്റഡിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളുടെ മുന്നിൽ വാഹനങ്ങൾ തടസ്സം വരികയാണെങ്കിൽ നമുക്ക് മിഡിൽ ട്രാക്കിലേക്ക്, അതായത് സെക്കൻഡ് ട്രാക്കിലേക്ക് നമുക്ക് കയറി ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാവുന്നതാണ്. ഓവർടേക്ക് ചെയ്യുമ്പോൾ സൈഡ് മിററിൽ നോക്കിക്കൊണ്ട് ബാക്കിൽ നിന്ന് വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇൻഡിക്കേറ്റർ ഇടേണ്ടതുമാണ്. ആ വിധത്തിൽ നമുക്ക് സെക്കൻഡ് ട്രാക്കിലേക്ക്, അതായത് മിഡിൽ ട്രാക്കിലേക്ക് നമുക്ക് ട്രാക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതല്ല, നമ്മൾ ഈ ട്രാക്കിൽ തന്നെ വഴി വളരെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാതെ മുന്നോട്ട് പോകേണ്ടതാണ്. ഈ സെക്കൻഡ് ട്രാക്കിലും നമ്മളുടെ സ്പീഡ് പരിധിക്കുള്ളിൽ പലയിടങ്ങളിലും 80 കിലോമീറ്റർ സ്പീഡാണ്. അതിൽ നമുക്ക് തടസ്സം വരികയാണെങ്കിൽ മാത്രം ഈ തേർഡ് ട്രാക്കായിട്ടുള്ള എമർജൻസി ട്രാക്ക്, സ്പീഡ് ട്രാക്ക്, ഇതിൽ പോലീസ് വാഹനങ്ങൾ, അതുപോലെ തന്നെ ആംബുലൻസ്, ഇതിനൊക്കെ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കേണ്ട ഒരു ട്രാക്കാണിത്. ഇവിടെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കയറിയാൽ തന്നെ നമ്മൾ സെക്കൻഡ് ട്രാക്ക്, അതായത് മിഡിൽ ട്രാക്ക് ഫ്രീ ആണെങ്കിൽ നമ്മൾ വീണ്ടും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ട് ഈ മിഡിൽ ട്രാക്കിലേക്ക് തന്നെ വന്ന് ഈ തേർഡ് ട്രാക്ക്, അതായത് മൂന്നാമത്തെ ട്രാക്ക് നമ്മൾ ഫ്രീ ആക്കി കൊടുക്കേണ്ടതാണ്. ഈ തേർഡ് ട്രാക്കിലും നമുക്ക് തടസ്സങ്ങൾ, ഫസ്റ്റ് ട്രാക്കിൽ തടസ്സങ്ങൾ ഇല്ല എങ്കിൽ നമ്മൾ വീണ്ടും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡ് മിറർ നോക്കി വാഹനങ്ങളൊന്നും തന്നെ ചീറിപ്പാഞ്ഞു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ട്രാക്കിലൂടെ തന്നെ പോകേണ്ടതാണ്. എന്നാൽ ഈ എൻട്രി കിട്ടുന്ന സ്ഥലത്ത് പലരും എക്സിറ്റ് ചെയ്ത് കാണാറുണ്ട്. അത് വലിയ അപകടങ്ങളെ ക്ഷണിച്ചു വരുന്നതാണ്. നമുക്ക് എക്സിറ്റ് എന്ന ബോർഡ് കിട്ടുമ്പോൾ മാത്രം ആ ഏരിയയിൽ മാത്രമേ നമ്മൾ ഈ നാഷണൽ ഹൈവേ 66 നിന്നും പുറത്തേക്ക് എക്സിറ്റ് വഴി പുറത്തേക്ക് സർവീസ് റോഡിലേക്ക് നമ്മൾ കയറാൻ പാടുള്ളൂ എന്നാണ് നിയമം. എന്നാൽ ഈ നിയമം പലരും തെറ്റിച്ച് കാണാറുണ്ട്. ഇവിടെ തന്നെ നമ്മൾ എക്സിറ്റ്, പുറത്തേക്ക് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇടതുവശത്തൂടെ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. അത് നോക്കണം. അതുപോലെ നമ്മുടെ എതിർവശത്തു കൂടെ, ഇതേ ഈ ഓട്ടോറിക്ഷ വരുന്നത് പോലെ നമ്മളുടെ എതിർവശത്തു കൂടെ വാഹനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇത് കുറച്ച് മുന്നേ ഉണ്ടായിരുന്ന സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് സർവീസ് റോഡ് എന്ന് സർക്കുലർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് സർവീസ് റോഡ് 1 ആണെന്ന സർക്കുലർ വരികയുണ്ടായി. ഇത് അറിഞ്ഞവരും അറിയാത്തവരും ഒക്കെ പല രീതിയിലും തോന്നിയ രീതിയിലാണ് നാഷണൽ ഹൈവേ 66 ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ നാഷണൽ ഹൈവേ 66 എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള പനവേൽ മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന 1622 കിലോമീറ്ററാണുള്ളത്. ഇത്തരം സ്ഥലങ്ങളിൽ കാണുന്ന ഈ ഗേറ്റ് സ്പീഡ് ഗവർണർ, ഇത് സ്പീഡ് റീഡറാണ്. നമ്മളുടെ ഓരോ വാഹനത്തിനും സ്പീഡ് അവിടെ തെളിയുന്നുണ്ട് ബോർഡിൽ. ഓരോ ട്രാക്കിലും പോകുന്ന വാഹനത്തിൻ്റെ ആ സ്പീഡ് ലിമിറ്റിൻ്റെ പരിധി വിട്ട് കഴിഞ്ഞാൽ ക്യാമറ അടിക്കുന്നതും നമുക്ക് ചലാൻ കെട്ടേണ്ടതായിട്ടും വരും. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പീഡ് കണക്കാക്കിയിട്ടുള്ള സ്പീഡിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്കത് അപകടമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യും.